ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മളിത് സ്വീറ്റ് കോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് മധുരം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എരിവ് ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. നമുക്ക് കുരുമുളക് പൊടിയും അതുപോലെ ചില്ലി ഫ്ലക്സൊക്കെ ഇട്ടിട്ട് അതുപോലെ എരിവ് ചേർത്തിട്ടും ചെയ്യാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ സ്വീറ്റ് കോണിൻ്റെ ഒരു സ്വീറ്റ്നെസ്സും അതുപോലെ എരിവും പാടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഞാനിവിടെ മധുരം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിലേക്കൊരു ബൗള് സ്വീറ്റ് കോൺ ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. നല്ല രീതിയിൽ വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 മുട്ടയും ഒരു 3 ടീസ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വീറ്റ് കോൺ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദ കുറച്ചായിട്ട് ഇട്ടിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു പിഞ്ച് ഉപ്പും അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ചെറിയൊരു മധുരത്തിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയ്ക്ക് ഇന്ന് മെൽറ്റ് ആകുന്നത് വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ. ഇനി നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിനി ബട്ടർ ചേർത്തിട്ടും ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടായിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ കോണൊക്കെ ഒരു ഭാഗത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഒരുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നിരത്തിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒന്ന് ഫസ്റ്റ് നല്ല തീയിലിട്ടിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ട് തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് അങ്ങ് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അടി പിടിച്ച് പോകും കേട്ടോ. നമ്മൾ മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഭംഗിക്ക് വെളുത്ത എള്ളും അതുപോലെ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, അതില്ലെങ്കിൽ നിർബന്ധമല്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ടൊന്ന് ഈ വേവാത്ത ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുറച്ച് തീ കുറച്ച് വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ മുട്ടായതുകൊണ്ട് പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളൊന്നും കരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ നിങ്ങളോട് പറഞ്ഞത് തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്തെടുക്കാനെന്ന്. ഇനി നമുക്ക് ഈ പുറം കൂടി ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ആ സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഈ സൈഡൊന്ന് മറിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് തീ കൂട്ടിയിട്ടതുകൊണ്ട് അതുപോലെ നമ്മുടെ പാന് അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ട് തീ കുറച്ചാലും പെട്ടെന്നൊന്നും ചൂട് കുറയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് കരിഞ്ഞത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിത് ചെറു തീയിലിട്ടിട്ട് തന്നെ നമുക്ക് കുറച്ചൊരു 2 3 മിനിറ്റ് മതി ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ എരിവ് ചേർത്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബായ്.